റിൻസ് ഇതാ വരുന്നുണ്ട് ഗൈസ്. റിൻസേ എടാ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചോടും ഈ സംഭവത്തിന്. വെള്ളത്തിൽ വീണാലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണിത്. കർലാട് ലേക്കിൽ വന്നിട്ട് വെറുതെ പോകുന്നത് ശരിയല്ലോ. ഞാൻ പെഡൽ ബോട്ടിൽ കയറാൻ പോകുന്നു, റിൻസ് വന്നിട്ട് റോപ്പിലാണ് പോകാൻ പോകുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏഷ്യൻ ബ്ലോഗർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കർലാട് ലേക്കാണ്. വയനാട്ടിലെ കർലാട് ലേക്കിലെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കർലാട് ലേക്കിലെ പാർക്കിങ്ങിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റിൻസ് എൻ്റെ കൂടെ ഉണ്ട്, അതുപോലെ കണ്ണനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലേക്ക് വരുന്നത് ആ ഭാഗത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ചെറിയ ബോട്ടിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നു. ഓക്കെ. അപ്പോൾ നമ്മളിത് കർലാട് ലേക്കിലേക്ക് പോകണം. റിൻസ് റെഡിയല്ലേ? കണ്ണൻ റിൻസൊക്കെ റെഡിയാണ്. അതെ 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 അതെ. ഞങ്ങൾ ശരിക്കും നേരത്തെ വേറൊരു ഡാം, എന്തായിരുന്നു ഡാമിൻ്റെ പേര്? കാരാപ്പുഴ ഡാമിലേക്ക് പോയി. പക്ഷെ അവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് നമ്മുടെ കണ്ണൻ പറഞ്ഞത് കർലാട് ലേക്ക് എന്ന് പറഞ്ഞ് വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കർലാട് ലേക്കിലേക്ക് വന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവം നോക്കാം. ഇതാണ് നമ്മുടെ കർലാട് ലേക്കിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തന സമയം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കർലാട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ ആണ് ഈ ബോട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്, ഈ ഭാഗത്തായിട്ടാണ്. നമുക്കിനി ഇതിലെ ഒന്ന് നടന്നു നോക്കാം, വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കർലാട് ലേക്കിൽ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് എന്ന് കണ്ണനോട് തന്നെ ചെയ്യും. കണ്ണ, ഇവിടെ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്? ഇവിടെ മെയിനായിട്ട് പറയുന്നത് പിന്നെ റോപ്പിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയറി തൂങ്ങിയിട്ട് ഇങ്ങനെ അങ്ങേറ്റം വരെ പോകും. അതായത് നമ്മൾ അത് അങ്ങേ തലക്ക് കണ്ടില്ലേ, അവിടെ വരെ പോകും. പിന്നെ വേറെ എന്തൊക്കെയാണ്? ബോട്ടിംഗ് ഉണ്ട് ചങ്ങാടത്തിൽ. ഈ ബോട്ടിംഗ് ഏത് മുതൽ ഏത് വരെയാ? നമ്മള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഫുള്ളൊന്ന് കറങ്ങിയിട്ട് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വരെ എൻഡ് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും? ബോട്ടിങ്ങും പിന്നെ കയാക്കിങ്, പിന്നെ റോപ്പ്, ഇത് മൂന്നെണ്ണമാണ്. ഈ ബോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേ ഇങ്ങനെ കറങ്ങി, കുറച്ച് ഒരു സ്പേസേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറങ്ങി ഇതേ ആ അറ്റം വരെ പോകും. ആ അറ്റം വരെ പോയിട്ട് തിരിച്ചിത് ഇവിടെ വരും. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സ്പേസാണ് സംഭവം. പിന്നെ ഉള്ളത് റോപ്പാണ് അല്ലേ? അത് അതിൻ്റെ റോപ്പിൻ്റെ ലൈനാണ് ഈ മേളിൽ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം വരുന്നത് ആ സൈഡിലാണ് അല്ലേ? ആ സൈഡിൽ നിന്നാണ് വരുന്നത്. അതെ അതെ, നമ്മൾ ആദ്യം വന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ആയിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ റോപ്പിൽ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ അടുത്തത് അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അവിടം വരെ പോകാൻ പറ്റും.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവർ ബോട്ടിൽ കൊണ്ടുവരും അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇവർ ബോട്ടിൽ വന്ന് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് ഇവിടെ കൊണ്ടാക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കർലാട് ലേക്കിൽ വന്നിട്ട് വെറുതെ പോകുന്നത് ശരിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിൻസ് ഞങ്ങൾ രണ്ടുപേരും 2 ഐറ്റംസ് ഇവിടെ നിന്ന് പരീക്ഷിക്കാൻ പോവാണ്. റിൻസ് വന്നിട്ട് റോപ്പാണ് എടുത്തിട്ട് ഇങ്ങനെ മേളിക്കൂടി തൂങ്ങിയിട്ട് പോകുന്ന സംഭവം, റോപ്പ് യൂസ് ചെയ്യാൻ പോകുന്നു. അതുപോലെ ഞാനും കണ്ണനും കൂടി ഇട്ട് നമ്മുടെ പെഡൽ ബോട്ട് 2 പേര് പോകുന്ന ബോട്ടാണത്. അപ്പോൾ അതാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതെങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഇവിടെ. അപ്പോൾ കർലാട് ലേക്കിൽ ഞാൻ പെഡൽ ബോട്ടിൽ കയറാൻ പോകുന്നു, റിൻസ് വന്നിട്ട് റോപ്പിലാണ് പോകാൻ പോകുന്നത്. ഓക്കെ റിൻസ്, അപ്പം പോയി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് വരും. ഉടനെ റിൻസിന്റെ ഒരു വീഡിയോ വരുന്നതാണ്, അത് കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ. കരഞ്ഞ് നിലവിളിച്ചിട്ടായിരിക്കും അവൻ പോകുന്നത്. പല തള്ളുകളും കേൾക്കേണ്ടി വരും, പല തള്ളുകളും റിൻസിന്റെ കേൾക്കേണ്ടി വരും. നിങ്ങൾ ആരും വിശ്വസിച്ചേക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ പെഡൽ ബോട്ടിലോട്ട് പോവാം. ഞങ്ങൾ എന്റെ പെഡൽ ബോട്ടിൽ അങ്ങനെ ഞങ്ങൾ പെഡൽ ബോട്ടിലേക്ക് കയറാൻ പോകണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ സംഭവം. മിക്കവാറും ചവിട്ടി മരിക്കും. ഇവിടെയാണ് എന്റെ സംഭവം. ഇതിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, 200 രൂപയാണ് കേട്ടോ 2 പേർക്കുള്ള സംഭവത്തിന്. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ സംഭവമൊക്കെ ഇട്ടിട്ടാണ് പോകണ്ടേ. കണ്ണൻ ഇട്ടിരിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ഈ സംഭവമൊക്കെ ഇട്ടിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് ദേ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളത്തിൽ വീണാലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണിത്. അപ്പോൾ അതൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഇനി കയറാൻ പോവാണ്. കയറിയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇവിടെ പെഡൽ ബോട്ട് എടുത്ത് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പതിയെ ഇത് ചവിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എടാ കണ്ണാ റൈറ്റിലേക്ക് പിടിക്കടാ. ഇത് ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എന്നേ കണ്ടില്ലേ, ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ചവിടും ഈ സംഭവത്തിന്. പിന്നെ ഇവിടെ ഒരു സാധനം, ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഇത് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലെഫ്റ്റിലേക്ക് വെച്ചിട്ട് ചവിട്ടിയാൽ ലെഫ്റ്റിലേക്ക് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ പോകും. എങ്ങനെയാണ് സംഭവം വരുന്നത്? എത്ര നേരമാണ് കണ്ണ ഇതിന്റെ സംഭവം? ടൈം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാണ്. അരമണിക്കൂർ അല്ലേ? അപ്പോൾ ഇത് അരമണിക്കൂറാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അരമണിക്കൂറുണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ റിൻസ് ഇപ്പം ഇതിൻ്റെ മേളിൽ റോപ്പിലൂടെ റിൻസ് ഇപ്പം ഇങ്ങനെ വരും. ഇവിടെയാണ് റോപ്പ് കേട്ടോ. ആ പോകുന്ന 2 ലൈനുണ്ട്, അതാണ് റോപ്പിൻ്റെ സംഭവം. അപ്പോൾ റിൻസ് ഇപ്പം അതിലേ ഇങ്ങനെ വരും. അത് നമുക്ക് കാണാം. എന്തായാലും ഗൈസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും വയനാട് വന്നിട്ട് നിരാശനായിട്ട് പോകേണ്ടി വരുന്നില്ല. പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. നല്ല ഒരു പച്ചപ്പും ചുറ്റും നമുക്ക് ചുറ്റും ഇങ്ങനെ വെള്ളക്കെട്ടും കാര്യങ്ങളും കുറച്ച് ആമ്പലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു അന്തരീക്ഷം. പിന്നെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ ആയി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് തിരക്കുമില്ല അല്ലേ കണ്ണ? ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിപ്പോൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, നല്ലൊരു കാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നുണ്ട്, നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വെയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഈസിയാണ് ഈ സംഭവം. നമ്മളൊരു സൈക്കിൾ ചവിട്ടുന്ന അത്ര പോലും ഒരു ഇത് വരുന്നില്ല ഇതിനകത്ത്. എന്തായാലും കൊള്ളാം, വലിയൊരു വെയിറ്റ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വയനാട് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കർലാട് ലേക്ക് അല്ലേ, കർലാട് ലേക്ക് ഓർത്ത് വെക്കുക. എന്തായാലും നമ്മൾ എൻ്റെ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതും കൂടെ വേണമെങ്കിൽ നോക്കിക്കോളൂ. പിന്നെ എന്നെ പോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ താല്പര്യം തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും കർലാട് ലേക്കിലേക്ക് വരിക. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം അതിമനോഹരം തന്നെ. നമ്മളിതിൻ്റെ 4 ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പെഡൽ ബോട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല കാഴ്ചകൾ കാണാം, നല്ല കാറ്റ് കൊള്ളാം. ശരിക്കും നല്ല രസമാണ് കേട്ടോ. അതെ, അവിടെയാണ് റോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാണുന്ന ചെറിയൊരു ബിൽഡിംഗ് ഇല്ലേ, അവിടെ നിന്നാണ് റോപ്പിൻ്റെ സംഭവം വരുന്നത്. അപ്പോൾ റിൻസ് ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്നത് എനിക്കിവിടെ നിന്നാൽ കാണാം. റിൻസ് റെഡിയായി നിന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ട് നിൽക്കുന്നു.
അപ്പോൾ ഉടൻ തന്നെ റിൻസ് ഇതിലേ ഇങ്ങനെ കയറി വരും. ഈ റോപ്പിലൂടെ റിൻസ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. അരമണിക്കൂറാണ് നമുക്കിതിൻ്റെ ഒരു സമയം വരുന്നത്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാം എന്നുള്ള സംഭവമാണ്. ഓക്കെ, ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താം അല്ലേ? ജസ്റ്റ് ഇങ്ങനെ നിർത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കായലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാം അവിടെ നിന്നിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ, ഏഷ്യൻ വ്ളോഗറിൻ്റെ ചാനൽ പോലെ തന്നെ നിങ്ങൾ റിൻസിൻ്റെ ട്രാവലിംഗ് മലബാറി എന്ന് പറയുന്ന റിൻസിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യണം. അതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു പെഡൽ ബോട്ടിങ് ചെയ്തെങ്കിൽ റിൻസ് റോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടുപേര് ചേർന്ന് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ, രണ്ട് യൂട്യൂബേഴ്സ് വരുമ്പോൾ ഉള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് മറ്റേ ആക്ടിവിറ്റി ചെയ്ത് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഇപ്പോൾ എന്നെ റിൻസിനെ സംബന്ധിച്ച് വയനാട് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്യുന്നു. റിൻസ് ദാ വരുന്നുണ്ട് ഗൈസ്. റിൻസേ എടാ, റിൻസ് കരഞ്ഞ് നിലവിളിച്ചോണ്ട് അങ്ങോട്ട് പോയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു. അപ്പോൾ റിൻസിനോട് എന്നെ നേരിട്ട് ചോദിക്കാം. റിൻസ് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു റോപ്പിൽ പോയ എക്സ്പീരിയൻസ് എന്നുള്ളത്. റിൻസ് നമ്മുടെ റോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബോട്ടിലാണ് റിൻസിനെ എന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. റിൻസേ എങ്ങനെയുണ്ട് റോപ്പിംഗ്? അടിപൊളി എന്നൊക്കെ പറഞ്ഞ് റിൻസ് വരുന്നുണ്ട്. ഇവിടെ റിൻസിനെ കൊണ്ടുപോകാനുള്ള ബോട്ട് ഇവിടെ റെഡിയാണ്. റോപ്പിങ്ങിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ റോപ്പിങ്ങിൽ അവർ അങ്ങേ അറ്റത്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് അവർ തന്നെ ഒരു ബോട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ബോട്ടിൽ അവർ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ പെഡൽ ബോട്ടിങ് കഴിഞ്ഞു. നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. എവിടെ തുടങ്ങിയോ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. നമുക്ക് എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു എപ്പിസോഡ് പോരാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ പെഡൽ ബോട്ടിങ് ട്രൈ ചെയ്തു. അതുപോലെ നമ്മുടെ റിൻസ് റോപ്പിംഗ് ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റംസ് ആയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ മറ്റൊരവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ എല്ലാം ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കർലാട് ലേക്കിലെ കാഴ്ചകളും വിശേഷങ്ങളും എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വിടുകയാണ്. കർലാട് ലേക്ക് വിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വയനാട് ട്രിപ്പിലെ ആദ്യ ദിവസത്തെ വീഡിയോസൊക്കെ ഏകദേശം കവറപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ 6 മണി ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇന്നിനി വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും വയനാടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ പച്ചപ്പും ഇതൊക്കെ തന്നെയാണ്. ഈ നെൽപ്പാടങ്ങളും ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു എന്താ പറയുക സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ടൂറിസവും അതുപോലെ തന്നെ കൃഷിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നെൽപ്പാടങ്ങളും കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും അങ്ങനെ കവുങ്ങിൻ തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വയനാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഈ നെൽപ്പാടങ്ങൾ, അപ്പോൾ ഇതിൻ്റെ 4 ചുറ്റും ഇങ്ങനെ നെൽപ്പാടങ്ങളും പച്ചപ്പൊക്കെയാണ്. അപ്പോൾ അത് ഞാനൊന്ന് കാണിക്കാം. ഓക്കെ, ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പരിസര നിവാസികളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട് അവരോട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കൊക്കെ വൈകുന്നേരം ഒന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാം. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ചെറിയ റോഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വണ്ടികൾ പാസ് ചെയ്ത് പോകും എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ആളോ ബഹളോ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇതിൻ്റെ 4 ചുറ്റും നെൽപ്പാടങ്ങളാണുള്ളത്. ഇവിടെ കുറച്ച് ബോയ്സൊക്കെ നിന്നിട്ട് ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു സംഭവമാണ്. ശരിക്കും നല്ലൊരു ഗ്രാമപ്രദേശം, നാട്ടിൻപുറം കാണാൻ പറ്റി. അതിൻ്റെ ഒരു ഫീൽ എനിക്ക് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ കുറച്ച് നേരം വണ്ടി നിർത്തി. വണ്ടി കുറേ ഓടി. അപ്പോൾ വണ്ടി ഒന്ന് തണുപ്പിക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ ഒന്ന് നിർത്താമെന്ന് തോന്നിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് വന്നിരിക്കാനും ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റുന്ന വളരെ നല്ല ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കുക. ഇത് നമ്മുടെ വീഡിയോ കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും വയനാട്ടിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അങ്ങനെ ഭയങ്കരമായ സിറ്റി കാര്യങ്ങളൊന്നുമല്ല, ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്, നാട്ടിൻപുറങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ കുറച്ചൊക്കെ ഫോറസ്റ്റ് സൈഡായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഒരു വൈൽഡ് ലൈഫ് അഡ്വഞ്ചേഴ്സ് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻസിൽ
ട്രാവൽ ഡെസ്റ്റിനേഷൻസിൽ നിങ്ങൾ വയനാട് കൂടി ഉൾപ്പെടുത്തിക്കൊള്ളൂ. വയനാട് മിസ് ചെയ്യണ്ട. കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ് വയനാടെന്ന് ഞാൻ പറയും. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. നാളെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.